ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നിങ്ങളുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കല്യാണി പണിക്കറാണ് ജോയിൻ ചെയ്യുന്നത്. ഹലോ. അമ്മയുടെ ഇതിൽ ഏറ്റവും ഇഷ്ടം ഏത്? ജോക്കറിലാന്ന് തോന്നുന്നു. ഇപ്പോഴും സ്റ്റിൽ റൊഷാക്ക് കഴിഞ്ഞിട്ട് ജോക്കർ. സുശീല എന്ന് പറഞ്ഞ കഥാപാത്രത്തിനുള്ളൊരു ഡെപ്ത് ഭീകരമെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അയ്യോ, അന്ന് എഴുതി വെച്ചേക്കുന്ന സാധനമൊക്കെ അത് അമ്മ വെരി പ്രൗഡ്. അച്ഛൻ്റെ വില്ലത്തരാണോ ഇഷ്ടം അല്ലെങ്കിൽ കോമഡി ചെയ്യുന്ന ഫീൽ ഗുഡ് പരിപാടീസ് ആണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. ഫീൽ ഗുഡ് എനിക്ക് തോന്നുന്നു ഫീൽ ഗുഡ് അല്ല, മൈ ബോസ് ഭയങ്കര ഇഷ്ടമാണ്. ദിലീപ് ഏട്ടൻ്റെ അച്ഛനായിട്ട് ആ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു സായിച്ചൻ റിയൽ ലൈഫിൽ അങ്ങനെയാണ്. ആണോ? മുംബൈയില് മഴയൊക്കെ ഉണ്ടോ? ഞാൻ ചെന്നതിന് ശേഷം പെയ്തിട്ടേ ഇല്ല. വെരി ഗുഡ്. ഞാനൊരു കല്യാണം കഴിച്ചു. ഓഹോ, വെരി ഗുഡ്. കുട്ടികൾ എത്രയായി? ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയായോടാ? ഇല്ല സർ. എന്നാ ഇനി വേണ്ട. ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട്, വെച്ച് നോക്ക്. പ്രയോജനമൊന്നും കാണത്തില്ല. ഈ കോമഡി ചെയ്യുന്ന ആൾക്കാർക്ക് വീട്ടിൽ ഭയങ്കര സീരിയസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മയ്ക്ക് സിനിമയിൽ അഭിനയിക്കുന്ന അത്ര ഹ്യൂമർ ഒന്നും ഇല്ലാന്ന് തോന്നിയിട്ടുണ്ട്. ഇല്ല. പക്ഷെ അതൊരു മാജിക്കാണ്. അമ്മയ്ക്ക് സ്ക്രിപ്റ്റ് കൊടുത്ത അമ്മ അത് ചെയ്തോ അത് ഹ്യൂമർ ആവും. അതെന്തൊരു ഭാഗ്യമല്ലേ, ഒന്ന് ആലോചിച്ചോക്കിയോ. കല്യാണി തിരിച്ച് അവരോട് പറയാറുണ്ട്, ഇപ്പൊ അവരുടെ മൂവീസ് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കണ്ടതിന് ശേഷം ഇത് കൊള്ളായിരുന്നു അങ്ങനെ. പിന്നെ പറയാറുണ്ട്. റോഷാക്കൊക്കെ കണ്ടിട്ട്, റോഷാക്ക് ഇറങ്ങിയപ്പോ ഞാൻ ലണ്ടനിലായിരുന്നു. അപ്പോൾ അന്ന് റോഷാക്ക് കണ്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ മറ്റേ മരണമൂകതയായിരുന്നു. എസ്പെഷ്യലി എൻ്റെ അമ്മയാണല്ലോ. സോ അമ്മ അങ്ങനെ പ്ലേ ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് ഹിറ്റ് ആവുക. എൻ്റെ അച്ഛൻ്റെ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് അമ്മയ്ക്ക് ഈ സിനിമയിൽ, റോഷാക്കിൽ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചില ലുക്കുകളൊക്കെ സഹായിച്ചനല്ലേ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. റോഷാക്കിൻ്റെ സെറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. മമ്മൂക്കേനെ കണ്ടു, മമ്മൂക്കയുടെ കൂടെ ഫോട്ടോ എടുത്തു. അന്ന് ഞാൻ ഷർഫുഖേനെ കണ്ടു. ഷർഫുഖ എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ റോഷാക്കിന്റെ സെറ്റിൽ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ആലോചിച്ചോ ഷർഫുഖയുടെ ഹീറോയിനായിട്ട്. അയ്യോ സത്യം. ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തതാരാ, അമ്മയാണോ അച്ഛനാണോ? രണ്ടുപേരും. എനിക്ക് തോന്നുന്നു എനിക്ക് അമ്മയുടെ അച്ഛൻ്റെ ജീവിതം മതി എനിക്കൊന്ന് സ്ട്രോങ് ആവാൻ. അത്ര ആലോചിച്ചാൽ മതി, എനിക്ക് വേറെ ആരെയും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നിങ്ങളുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കല്യാണി പണിക്കറാണ് ജോയിൻ ചെയ്യുന്നത്. ഹലോ. ഹേ, എന്തുണ്ട് വിശേഷം? വോട്ട് ചെയ്താ? ആദ്യം തന്നെ ചോദിച്ചില്ല. ഞാൻ ചെയ്തില്ല. അപ്പൊ ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോ കാണിക്കായിരുന്നു. അതെ, ഇനി ഇത് മറ്റേ റിപ്പീറ്റഡ് ആയിട്ട് വരും വോട്ട് ചെയ്തില്ലെന്ന്. മിക്കവാറും വരും. എയർലോ. എന്തുണ്ട് വിശേഷം? സുഖമായി. മധുത് തന്നെയാണ് ഏറ്റവും പുതിയ വിശേഷം. അതെ അതെ. ഈ റിലീസിന്റെ ഡേറ്റ് ആകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. ആദ്യമായിട്ടാണല്ലോ വലിയ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു കുഴപ്പമില്ല, പക്ഷെ എന്നാലും സന്തോഷമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ബിഗ് സ്ക്രീനിൽ കാണാൻ. ഈ പേരൻസും ഫിലിം ഫീൽഡിൽ നിന്നാകുമ്പോഴേ ഓൾറെഡി കല്യാണിനെ നമ്മൾ ഇൻസ്റ്റാ റീൽസ് ഒക്കെ എല്ലാത്തിലും അറിയാം. ഭയങ്കര ഫെമിലിയർ ഫേസ് ആയതുകൊണ്ട് തന്നെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. ഓക്കെ, ബിന്ദു ചേച്ചിയുടെ സായി ചേട്ടൻ്റെ മോള് സിനിമയിൽ വരുന്നു, ആദ്യത്തെ സിനിമ ഹീറോയിനായിട്ട്. അപ്പോൾ ആൾക്കാർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതെങ്ങനെയാണ്? അത് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമാണോ അല്ലെങ്കിൽ ഒരു ടെൻഷനാണോ? ഇല്ല, ആദ്യമൊക്കെ ഇപ്പൊ സിനിമ ചെയ്യുന്നതിന് മുമ്പൊക്കെ ആലോചിച്ചിരുന്നു, അയ്യോ ചെയ്ത് തുടങ്ങുമ്പോൾ എന്തായിരിക്കും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും അമ്മയ്ക്കും അച്ഛനും ആയിരിക്കും പേര്. നല്ലത് ചെയ്താലും എന്താ പറയാ, എന്തോ കിട്ടിയിട്ടുണ്ട് എന്നായിരിക്കും പറയണേ. ഇപ്പൊ നല്ലത് ചെയ്തില്ലെങ്കിലും അത്രയ്ക്കൊന്നും പോരാ എന്നായിരിക്കുമല്ലോ. പക്ഷെ കുഴപ്പമില്ല, ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ഒന്നും ഡീപ്പായിട്ട് നിൽക്കുന്നില്ല. അവർക്ക് വലിയ പേരുദോഷം ഇല്ലാതെ ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഓൾറെഡി ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൊ എങ്ങനെയാ, ചെറുപ്പം മുതൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ ആക്ടിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു? ഇല്ല, ഞാൻ ചെറുപ്പം തൊട്ട് സിനിമയാണല്ലോ, അമ്മ അച്ഛനും സെറ്റിലൊക്കെ പോകാറുണ്ട് കുഞ്ഞിലെ. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് സിനിമ. പക്ഷെ അന്നോട്ടേ ഇങ്ങനെ സിനിമ അഭിനയിക്കണം അങ്ങനത്തെ ഒരു സാധനം ഇല്ലായിരുന്നു. പിന്നെ എപ്പോഴോ മനസ്സിൽ ഇങ്ങനെ ഒരു കൊതി, ഇല്ല സിനിമ ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ, നമ്മൾ തന്നെ വേണമല്ലോ ഡിസ്കവർ ചെയ്യാൻ. അങ്ങനെ ഞാൻ ലണ്ടൻ പഠിക്കാൻ പോയി. അപ്പം അന്ന് അച്ഛനും അമ്മയൊന്നും അത്ര സപ്പോർട്ടീവ് ആയിരുന്നില്ല. ഇങ്ങനെ സിനിമ എന്നൊക്കെ ചെറുതായിട്ട് പറയുമ്പോഴും അവരിങ്ങനെ വേണ്ട പഠിച്ചാൽ മതി എന്നുള്ള സ്കീമായിരുന്നു. അത് ഞാൻ ലണ്ടൻ പഠിക്കാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇല്ല പറ്റില്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചാലേ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായി. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു. പിന്നെ
ട്രൈ ചെയ്തു ഇപ്പതേ മധുവിതു. എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സ്ക്രീൻ നിങ്ങൾ ഓൾറെഡി ബിന്ദു ചേച്ചിനായിട്ട് കുറേ റീൽസും പരിപാടീസും ഒക്കെ ചെയ്യുന്നൊക്കെ കാണാറുണ്ട്. പക്ഷെ എന്നാലും സിനിമയിലേക്ക് വരുമ്പോൾ അവരും സീരിയസ് ആവും, പ്രൊഫഷണൽ കുറച്ചുകൂടി ആവല്ലോ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ടെൻഷൻ? അമ്മയായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ല, അതുകൊണ്ട് അമ്മ കുറച്ചുള്ളൂ. അയ്യോ അതിപ്പോ അമ്മ ഓക്കെ, അമ്മ കുറച്ചുള്ളൂ. അച്ഛൻ എൻ്റെ അച്ഛനായിട്ട് തന്നെയാണ്. അപ്പൊ കുറെ ഒരു 2-3-4 സീൻ കോമ്പിനേഷൻ ഉണ്ട്. എന്താ പറയാ, പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇല്ല, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ അച്ഛൻ എനിക്ക് തോന്നുന്നു സായിച്ചൻ അങ്ങനെ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പരസ്പരം നോക്കാറില്ല. ഞാൻ ആ വഴി പോകും. ഞാൻ നോക്കൂല, ഞാൻ എൻ്റെ അഭിനയിച്ച് ഓക്കെ, ഡയറക്ടർ ഓക്കെയോ എന്തെങ്കിലും പറഞ്ഞാൽ ആ വഴി അങ്ങ് പോകും. സായിച്ചൻ ഇങ്ങനെയൊന്നും മിണ്ടൂല. അമ്മ പിന്നെ ഇടയ്ക്ക് സെറ്റിൽ വരും. സായിച്ചനുള്ള ഡേറ്റ്സിലൊക്കെ അമ്മ ഉണ്ടായിരുന്നു സെറ്റിൽ. അമ്മയാണ് കുറച്ചും കൂടെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് നോക്കും സ്ക്രീനിൽ. എന്നിട്ട് ഇടയ്ക്ക് എന്നോടൊന്ന് പറയും, നിനക്ക് പല്ല് കാണിച്ച് ചിരിച്ചൂടെ, നീ എന്തിനും പല്ല് കാണിക്കാണ്ട് ചിരിക്കണമെന്നൊക്കെ. അപ്പം ഞാൻ കോൺഷ്യസ് ആവും, പല്ലൊക്കെ ആരും നോക്കാനാ അങ്ങനെ. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ വിചാരിച്ചതിലും വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അമ്മയാണോ പൊതുവെ? അതായത് ക്രിട്ടിസൈസ് എന്നൊരു വാക്കേരം ഉപയോഗിച്ചതാ. അമ്മ ഇങ്ങനെ നോക്കും ഇടയ്ക്ക്. അമ്മയ്ക്ക് ഈ വക സാധനങ്ങളൊക്കെയാണ്, നിനക്ക് പല്ല് കാണിച്ചുകൂടെ എന്നൊക്കെ. ആര് നോക്കുന്നു പല്ല് കാണിച്ചു ചിരിച്ചോന്നൊക്കെ അങ്ങനെ. പക്ഷെ അധികം ഒന്നും വേണ്ടിയില്ല. നിങ്ങൾ സിനിമകളൊക്കെ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് കാണുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ അമ്മയച്ഛനോ? ഓ അതെ അതെ, അവര് കൂടുതൽ OTT-യിലാ കാണുക. അപ്പൊ അവരുടെ കൂടെ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സിനിമ ഉണ്ടെങ്കിൽ അത് ഞാൻ ഇവർ ഒരുമിച്ചുള്ളപ്പോൾ ഞാനും ഇരുന്ന് കാണും. എനിക്കിഷ്ടമാണ്. എന്നിട്ട് പടം കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ ഓരോന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ കഴിഞ്ഞിട്ട് സിനിമേനെ പറ്റി സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ നിങ്ങളിങ്ങനെ ഒന്നിച്ച് സിനിമ കാണുമ്പോൾ അമ്മയാണോ അച്ഛനാണോ കൂടുതൽ സിനിമകളെ കുറിച്ചും ആ കണ്ട സിനിമകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു ഡിസ്കഷൻ? രണ്ടുപേരും. പിന്നെ ഞാനിങ്ങനെ കുത്തി ചോദിക്കും, ആരെ കൂടുതൽ ഇഷ്ടപ്പെട്ടെ, ഏത് സീനാണ് ഇഷ്ടപ്പെട്ടെ, ഞാൻ പറഞ്ഞ സീൻ എങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് അവർ പറയണേക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഈ നമുക്കിപ്പോൾ ഫിലിം ഫീൽഡിൽ തന്നെ ഇപ്പം കുറേ ഡോക്ടേഴ്സ് ഉണ്ട്, അതിന് പല പ്രൊഫഷനിലുള്ള അഡ്വക്കേറ്റ്സ്, പല പ്രൊഫഷനിലുള്ള ആൾക്കാരുണ്ട്. ഒരു ലേഡി ഷെഫ്, അതും എനിക്ക് തോന്നുന്നു കുറേ പേര് പറയുന്ന കേൾക്കാറുണ്ട് കുക്കിംഗ് ചെയ്യാൻ മടിയാണ്. ചിലപ്പോൾ അറിയാം, പക്ഷെ മടിയാ. എനിക്ക് പേഴ്സണലി അറിയാം, ജീവിച്ച് പോകാനുള്ളതൊക്കെ അറിയാം, പക്ഷെ എനിക്ക് മടിയാ. എനിക്ക് അടുക്കള കയറാൻ വയ്യ, സത്യമായിട്ട് മടിയാ. പക്ഷെ എങ്ങനെയാണ് ഈ ഷെഫിലേക്ക് പോയത്? അതും ഇതുപോലെ ഈ കോളേജ് ഞാൻ SH-ലായിരുന്നു. അപ്പം SH കഴിഞ്ഞിട്ട് സിനിമയൊക്കെ മോഹമുണ്ട്. ബിക്കോസ് സീക്രട്ട് ആർട്സിലും കൂടി പഠിച്ചപ്പോൾ മൊത്തം കലയിലേക്കായി, ഫുൾ ഡാൻസും കലോത്സവം അങ്ങനെയായി. അപ്പോൾ കൊതിയൊക്കെ ആയി. അപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു ഇല്ല പഠിക്കണം. അപ്പോൾ എനിക്ക് MBA ഒന്നും എനിക്ക് പറ്റത്തില്ല, എന്നെ കൊണ്ട് പഠിച്ച് പാസ്സായി അങ്ങനെ ഒരു കോർപ്പറേറ്റ് ജോബ് പറ്റില്ല. അപ്പം ഞാനിങ്ങനെ തപ്പി കണ്ടുപിടിച്ച്. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ നന്നായി കുക്ക് ചെയ്യും. എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് കിടലിനായി കുക്ക് ചെയ്യും. അപ്പോൾ കുഞ്ഞിലെ തൊട്ട് എനിക്ക് ഭയങ്കര ക്രേസാണ്. അപ്പം ഞാൻ വിചാരിച്ചു നോക്കി ഇത് വല്ലതും പഠിക്കാൻ പോയാലോ. എൻ്റെ മുന്നേ വിചാരിക്കണ പോലെയല്ല, നല്ല പാടാട്ടോ. ഞാൻ ലണ്ടനിൽ ലെക്കോർഡ് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞ ഒരു കോളേജിലാണ് പോയത്, സ്കൂൾ, ഡിപ്ലോമ സ്കൂൾ. അവിടെ പോയിട്ട് ഞാൻ ഫ്രഞ്ച് ക്യുസീൻ പഠിച്ച് എങ്ങനെയോ അത് ഞാൻ കഷ്ടപ്പെട്ട് പാസ്സായിട്ട് തിരിച്ചു വന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇല്ല എനിക്ക് ഈ ഏരിയ ഒന്നും പറ്റില്ല. എനിക്ക് അല്ല ഇഷ്ടമാണ്, അതല്ല, എനിക്കിങ്ങനെ പുറത്തു പോയി വേറൊരു ജോലിയൊക്കെ ചെയ്ത് സെറ്റിലാവാൻ ഇച്ചിരി പാടാ. അപ്പം ഞാൻ വിചാരിച്ചില്ല, ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിലും എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി എന്ന് തീരുമാനിച്ച് തിരിച്ചു വന്നു. പക്ഷേ ഞാൻ കംപ്ലീറ്റ് ചെയ്തു, സർട്ടിഫൈഡ് ആണ്. ഓക്കെ, ഓ അപ്പോൾ ഇനി ഏതെങ്കിലും സ്ഥലങ്ങളിൽ ജോബ് കിട്ടിയാലും ധൈര്യമായിട്ട് പോവാം. പോവായിരിക്കും, അറിയില്ല, നോക്കാം. വന്നതിന് ശേഷം നേരെ എനിക്ക് തോന്നുന്നു പോകുന്ന സമയത്തും ഇൻസ്റ്റഗ്രാമിൽ ഡാൻസുകളും എല്ലാം ഉണ്ടായിരുന്നു. അതെ, അവിടുന്ന് ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു സ്റ്റുഡന്റ് ലൈഫ് ഒക്കെ? നമ്മള് എനിക്ക് കാണുന്ന പോലെ ഭയങ്കര ടഫാണോ? ഞാൻ നല്ല കഷ്ടപ്പെട്ടായിരുന്നു. അവിടെ സ്റ്റുഡൻസിൻ്റെ ലൈഫ് കുറച്ച് കഷ്ടപ്പാടാണ്. അവിടെ അക്കോമഡേഷൻ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്കാരിയാണ്. ഞാൻ അവിടെ പോയിട്ട് ഒരു എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കൊണ്ട് മാസം അക്കോമഡേഷൻ മാറേണ്ടി വരും. അത് ട്രോമയാണ് അവസാനം. ഇവിടുന്ന് ഇപ്പം എപ്പോൾ ഇറങ്ങേണ്ടി വരും എന്നൊക്കെയുള്ളൊരു തോട്ടുണ്ട് പിള്ളേർക്ക്. പിന്നെ എന്താ, ജോലി പാർട്ട് ടൈം ഒന്നും കിട്ടാനില്ല. ഞാനിപ്പോൾ വാഴ കണ്ടപ്പോഴേ, വാഴ കണ്ടപ്പോൾ അതിനകത്ത് സീനില്ലേ, പനി വന്നിട്ട്, അയ്യോ അത് ഞാൻ അങ്ങനെ കിടന്നിട്ടുണ്ട്. പനി വന്ന് ഫുഡ് പോയ്സൺ വന്നു, സിവിയർ ഫുഡ് പോയ്സൺ വന്നിട്ട് അവിടെ പോയിട്ട് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യില്ല. അവര് ബ്രീതിങ് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ, അത്ര സിവിയർ ആണെങ്കിൽ അഡ്മിറ്റ് ചെയ്യുള്ളൂ അവിടെ.
അത്ര പ്രോബ്ലമാണ്. അത് ഭയങ്കര സ്കെയറിയാണ്. നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. ഞാൻ വാഴ കണ്ടപ്പോൾ ലിറ്ററലി ഞാൻ അയ്യോ, എനിക്കറിയാം, ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അത്. അങ്ങനെയൊക്കെ ഒരുപാട്. അപ്പം നമ്മൾ ആലോചിക്കും, അയ്യോ നമ്മുടെ ചുറ്റിനും ഇവിടെ ഇപ്പം അമ്മ പനി വന്നാൽ എമർജൻസിയിലെങ്കിലും നമുക്ക് പോവാം. അവിടെ അങ്ങനെയൊന്നും വിചാരിക്കേ വേണ്ട, പനി വന്നാൽ അങ്ങോട്ട് കിടക്കുക തന്നെ. കാരണം ഫുഡ് പോയ്സൺ വന്ന് ഞാൻ, എൻ്റെ ഫ്രണ്ടുണ്ട്, ഞങ്ങൾ മറ്റേ ഡ്രാമയൊക്കെ ഇറക്കി, ഞങ്ങൾ തല ഇറങ്ങിയൊക്കെ വീഴുന്ന പോലെ കാണിച്ചിട്ട് അവരെങ്ങനെയോ ഹോസ്പിറ്റലാക്കിയത്. ഭയങ്കര സ്കാരിയാണ് അവിടുത്തെ. ഞാനത് പൊതുവെ കേട്ടിട്ടുണ്ട്, അവിടുത്തെ ഒരു ഹെൽത്ത് കെയർ കുറച്ച് പാടാണെന്ന്. അതെ അതെ. പക്ഷെ നമുക്ക് എങ്ങനെ അറിയാൻ അടുത്ത ആഴ്ച പനി വരുമ്പോൾ? അതുകൊണ്ട് ഇപ്പൊ വിളിച്ച് ബുക്ക് ചെയ്യാൻ പറ്റില്ല. അയ്യോ, പനിയൊക്കെ പനിച്ച് കിടക്കാൻ ചെയ്യും. ഫുഡ് പോയ്സൺ ഒക്കെ വന്ന് എന്ത് ചെയ്യും? അയ്യോ കഷ്ടപ്പാടായിരുന്നു. അവിടെ അങ്ങനെ പോയി എത്ര 3 years ആയിരുന്നോ? ഇല്ല 1 year. ഡിപ്ലോമ ആയിരുന്നു. ഓക്കെ. അപ്പൊ അവിടെ വന്ന് നിന്ന സമയത്തേ ഏറ്റവും കൂടുതൽ ഇവിടത്തെ എന്തായിരുന്നു മിസ് ചെയ്തേ? ഭക്ഷണം. ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കാല്ലോ. അല്ല, ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കാനാണെങ്കിലും ഞാനവിടെ പോയി സ്കൂളിൽ ഫുൾ ഫ്രഞ്ച് ക്യൂസീൻ അല്ലേ, ഉപ്പും എരിവും ഒക്കെ ഭയങ്കര കുറവാ. ആൻഡ് ഫുൾ ടൈം ഞാൻ അവിടെയാ, എനിക്ക് കുക്ക് ചെയ്യാൻ പോലും സമയമില്ല. അതുകൊണ്ട് ഇവിടുത്തെ നല്ല ചെമ്മീൻ റോസ്റ്റും ചോറും അമ്മയൊക്കെ ഉണ്ടാക്കണ ചോറ് പുളിശ്ശേരി അയ്യോ മിസ് ചെയ്തു. ഞങ്ങൾക്ക് സ്ഥിരം സമയമില്ല. ഞങ്ങള് കുറച്ച് പേര് ഒരുമിച്ചൊരു വീട്ടിലായിരുന്നു. ചോറ് സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിക്കും. എന്നാലും അമ്മയുടെ ഒക്കെ ഒരു രുചി, ടേസ്റ്റ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഒരു ഇൻട്രോ തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പൊ കിട്ടിയേക്കുന്നത്. തീർച്ചയായിട്ടും. അത് അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ലൈക്ക് ഫുൾ ഒരു ഫാമിലി ആയിട്ട് ഒരു ഫസ്റ്റ് മൂവിയില്? അയ്യോ ഭയങ്കര ഭാഗ്യം തോന്നുന്നു എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് അത്ര സ്പെഷ്യൽ എന്നല്ല, അത്ര യുണീക്കായിട്ടൊന്നും തോന്നിയിരുന്നില്ല. പിന്നെ എല്ലാവരും പറയുമ്പോഴാണ് ആലോചിക്കുന്നത്, ശരിയാണ് അച്ഛനൊക്കെ ആദ്യത്തെ സിനിമയിൽ തന്നെ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ തീർച്ചയായിട്ടും ഇത് എൻ്റെ ഫേവറേറ്റ് ജോണറാണ് ഫാമിലി പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, പണ്ടത്തെയും ഒക്കെ. അപ്പോൾ ഫാമിലി ഫൺ റോളർ കോസ്റ്റർ ഇങ്ങനെ ഒരു സിനിമ രസമായിരുന്നു. എനിക്ക് കഥയൊക്കെ കേട്ടപ്പോഴേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ കല്യാണിയുടെ ഇൻ്റർവ്യൂസ് കൊടുക്കുന്ന കുറവാണ്, പക്ഷെ എന്നാലും അതായത് കൊടുത്ത ഇൻ്റർവ്യൂസിൻ്റെ കമൻസ് എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും അല്ലാണ്ടുള്ള വീഡിയോസിൻ്റെ താഴെ വരുന്ന ഒരു കമൻസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്നത് ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര മെല്ലെയാണ് ആ കുട്ടി സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ടോൺ പിടിച്ചതാ. ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് ഞാൻ ജാങ്കോ സ്പേസിനാന്ന് തോന്നുന്നു ഇന്റർവ്യൂ കൊടുത്തത്. അന്ന് ഈ റീൽസ് ഒക്കെ ഒന്ന് കുഞ്ഞ് വൈറലാവുന്ന കോവിഡ് സമയമൊക്കെ കഴിഞ്ഞിട്ട് അയ്യോ അന്ന് ഇന്റർവ്യൂ എടുത്തപ്പോൾ ആ ഇന്റർവ്യൂ ഞാൻ എപ്പോഴും കണ്ടു. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു ഞാൻ. എന്നിട്ട് രണ്ടാമത് ലണ്ടനിൽ നിന്ന് വന്ന് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ കമന്റ്സ് ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ. ഈ കുട്ടി ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോയല്ലോ, ഭയങ്കര ചാർജ് ആയിരുന്നല്ലോ നേരത്തെ, ഇതെന്തിപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ, ഡൗൺ ടു എർത്ത് പിടിക്കുകയാണെന്നൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ നോക്കേ ലൈൻ മാറ്റി. ശരിക്കും എങ്ങനെയാ ഭയങ്കര ഹൈപ്പർ? അത് എനിക്ക് തോന്നുന്നു ഒരു ടൈം എത്തുമ്പോഴേക്കും ആളുകൾ പൊതുവെ നമ്മളൊരു ചേഞ്ച് വരുമല്ലോ, അങ്ങനെ വന്നതാണോ? അയ്യോ അങ്ങനെയൊന്നുമില്ല, ഞാനിപ്പോഴും എവിടേക്കോ ഹൈപ്പർ ആക്റ്റീവ് ആണെന്നാണ് തോന്നുന്നത്. എപ്പോഴും പറയും നിനക്ക് വയ്യേ, എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിക്കും എന്നോട്. ഓക്കെ ആണോ എന്നൊക്കെ. ഓരോ മൂഡല്ലേ. ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ എന്താ? ഫ്രണ്ട്സിന്റെ കൂടെ തന്നെയാണോ അല്ലെങ്കിൽ ഫാമിലിയിലാണോ? അയ്യോ ഫാമിലി. ഒരു ഫാമിലി കുട്ടിയാണല്ലേ? അതെ, ഫാമിലി കുട്ടിയാണ്. പിന്നെ ഫ്രണ്ട്സും ഫാമിലി പോലെയാണല്ലോ. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ നോക്കുമ്പോൾ ഇപ്പോൾ കുറെ വീഡിയോസിൽ നമ്മൾ കണ്ട് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ഉണ്ട്. എങ്ങനെയാ അവരായിട്ടൊക്കെ ഒരു കമ്പനി വന്നത്? അന്ന, വിഷ്ണു? അതെ അതെ, അതൊക്കെ എനിക്ക് തോന്നുന്നു SH ആണ്, സീക്രട്ട് ആർട്സ് കോളേജാണ് എനിക്ക് ഇങ്ങനെ കൂടുതലും ഒരു ഡാൻസ് ഫാമിലി പോലത്തെ ഒരു സർക്കിള് വന്നത്. എല്ലാവരും ഡാൻസേഴ്സ് ആണല്ലോ, എൻ്റെ ചുറ്റിനുള്ള എല്ലാവരും ഡാൻസേഴ്സാണ്, ഡയറക്ടറാണ്, ആക്ടേഴ്സാണ്, എവറിബഡി ഈസ് ഇൻ ടു ദിസ് ഫീൽഡ്. നമ്മളപ്പോൾ ഒരുമിച്ചാണ് ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അവർക്കും ഭയങ്കര റിലേറ്റബിൾ ആണ്. പിന്നെ അവർ മാത്രമല്ല കേട്ടോ, എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു സ്കൂൾ ഫ്രണ്ട്സിൻ്റെ ഒരു മെസ്സേജ് കിട്ടുമ്പോഴാണ് നമുക്ക് അത്രയും ഹിറ്റ് ആവുക. ബിക്കോസ് പണ്ട് എന്നോട് ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നു ഈ സിനിമയിൽ, അപ്പം ഞാൻ പറയും ഞാൻ സിനിമയിലൊന്നും അഭിനയിക്കില്ല. അന്ന് അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണല്ലോ പറഞ്ഞേക്കണം. എനിക്ക് സിനിമയും താല്പര്യമില്ല എന്ന്. എന്നിട്ട് ഇപ്പം അവർ മെസ്സേജ് ചെയ്യും, എന്തായി ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ നീ സിനിമയിലേ വരുള്ളൂ. അങ്ങനെ എല്ലാവരും എനിക്ക് തോന്നുന്നു ഇപ്പം കൂടുതലും സ്കൂൾ ഫ്രണ്ട്സ് മെസ്സേജ് അയക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അവരല്ലേ നമ്മളെ കുഞ്ഞിലേ കണ്ടിട്ടുള്ളത്. അത് ശരിയാ, നമ്മുടെ ശരിക്കും റോ ആയിട്ടുള്ള നമ്മളെ കണ്ടിട്ടുള്ളത് അവർക്കാണ് ശരിക്കുള്ള ചേഞ്ച് ഹിറ്റ് ആവുക. ശരിയാ. ഈ ചെറുപ്പം മുതൽ ഫിലിംസ്, സിനിമ, ഐ മീൻ ഫിലിം സെറ്റ്, ആ ഒരു ലൈം ലൈറ്റ് ഒക്കെ കണ്ട് വളർന്ന ഒരാളല്ലേ. അപ്പോൾ ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്ന എന്തെങ്കിലും ഇപ്പം ആലോചിക്കുമ്പോൾ ചേഞ്ച് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ?
എന്തെങ്കിലും സിനിമ നമ്മളിപ്പോൾ പൊതുവേ പറയില്ലേ സിനിമ ലൊക്കേഷനിൽ പോയിട്ട് ഉള്ള എന്തെങ്കിലും തിരക്കുകളോ ഷൂട്ടിങ്ങുകളോ അതിൻ്റെ ഒരു പ്രോസസ്സൊക്കെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ മെമ്മറി? അയ്യോ ഉണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒന്ന് വലുതായിട്ട് അങ്ങനെ ഒരുപാട് പോയിട്ടില്ല. പക്ഷെ പണ്ട് ഏത് സെറ്റൊക്കെയാണ് എനിക്ക് ഓർമ്മ, തേജബായ് ആൻഡ് ഫാമിലി. അന്ന് പൃഥ്വിരാജ് ചേട്ടനൊക്കെ കാണുമ്പോഴാണെങ്കിൽ സൂപ്പർ അങ്ങനെ. അതുപോലെ അമർ അക്ബർ അന്തോണി അങ്ങനത്തെ ഒക്കെ സെറ്റിൽ പോയിട്ടുണ്ട്. അത് അന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ഇപ്പോഴും അതേട്ടോ, ഒരു സെറ്റ് പോവാന്ന് പറഞ്ഞത് വേറെ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും, ഇത് വേറെ കാര്യം. അന്ന് നമുക്കൊന്നും കുഞ്ഞിലെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കൂലേ, ഒന്നും ചെയ്യാനില്ലല്ലോ. ഇവരെ കാണും, പിന്നെ എടുത്തത് തന്നെ ഇവരെടുത്തോണ്ടിരിക്കും, ബോറടിക്കും. പിന്നെ അങ്ങനെ വ്യത്യാസം ഒന്നും തോന്നിയിട്ടില്ല. ആദ്യമായിട്ട് പോയ സെറ്റ് അത് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുള്ള സെറ്റുകളൊക്കെ ഇതാണ്, അമർ അക്ബർ, തേജബായ്. പിന്നെ റീസെന്റ് ലൂസിഫറിന്റെ ഒക്കെ സെറ്റിന് പോയിട്ടുണ്ടായിരുന്നു. ലൂസിഫറിൽ പോയിട്ടുണ്ടായിരുന്നോ? ലൂസിഫറിന്റെ അച്ഛൻ ഏത് സീൻ എടുത്തപ്പോഴാന്നറിയോ, മറ്റേ ഇത് ആരാ സ്റ്റീഫന്റെ തന്ത, ആ സീൻ എടുത്തപ്പോ സൈഡിലുണ്ടായിരുന്നു. അത് സൂപ്പർ, അതൊരു കിടിലൻ സീനല്ലേ. അയ്യോ സൂപ്പർ. ആ ഡയലോഗ് ആണെങ്കിലും നല്ല അടിപൊളിയാ. അതെങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല, അത് വേറെ ഓരോ സെറ്റും എനിക്ക് തോന്നുന്നു ഓരോ മൂഡല്ലേ. ഞാൻ എമ്പുരാന്റെ ഏതോ ഒരു സെറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ആലോചിച്ചു, എന്തോ സമരം അങ്ങനത്തെ എന്തോ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുള്ള ഒരുപാട് ADs-ഉം. ഞാൻ ആലോചിച്ചു, ദൈവമേ എന്തൊരു ആ ഒരു അത്രയും ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ അലറി വിളിച്ച് ഓടുവാണ് ADs-ഒക്കെ. ഞാനിങ്ങനെ അതൊക്കെ കണ്ടിരിക്കേണ്ട കാഴ്ചയാണ്. കല്യാണി തിരിച്ചവരോട് പറയാറുണ്ട്, ഇപ്പൊ അവരുടെ മൂവീസ് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കണ്ടതിന് ശേഷം ഇത് കൊള്ളായിരുന്നു അങ്ങനെ. പിന്നെ പറയാറുണ്ട്. റോഷാക്കൊക്കെ കണ്ടിട്ട്, റോഷാക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ലണ്ടനിലായിരുന്നു. പക്ഷെ അന്ന് ലണ്ടനിൽ നിന്ന്, ബിക്കോസ് അന്ന് അവിടെ മലയാള പടങ്ങൾ കൂടുമ്പോൾ തിയേറ്റർ മൊത്തം മലയാളികളായിരിക്കുമല്ലോ. അപ്പോൾ അന്ന് റോഷാക്ക് കണ്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ മറ്റേ മരണമൂകതയായിരുന്നു ഞങ്ങളെല്ലാവരും. എന്താ ഇപ്പം മിണ്ടണ്ടേ? എനിക്ക് അമ്മ, എസ്പെഷ്യലി എൻ്റെ അമ്മയാണല്ലോ, സോ അമ്മ അങ്ങനെ പ്ലേ ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് ഹിറ്റ് ആവുക. അത് ഞാൻ ഇപ്പോൾ ആരോട് പറഞ്ഞാലും മനസ്സിലാവില്ല, അതൊരു വേറെ രീതിയിലാണ് ഹിറ്റ് ആവുക. പക്ഷെ എനിക്ക് കിടിലൻ പെർഫോമൻസ്. സത്യം, നമുക്കൊരു പേടി തോന്നാ, ഇരിക്കുന്ന ഒരു ലുക്കൊക്കെ ഇല്ലേ മറ്റേ ടേബിളിൽ ചെയറൊക്കെ ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നു കുറേ നാൾ കൂടി എൻ്റെ അച്ഛൻ്റെ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് അമ്മയ്ക്ക് ഈ സിനിമയിൽ, റോഷാക്കിൽ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചില ലുക്കുകളൊക്കെ സഹായിച്ചനല്ലേ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ കുറേ നാൾ കൂടി അവരൊരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ട് രണ്ടുപേരും ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീൻ ഞാൻ കണ്ടത് റോഷാക്കിൻ്റെ ആണ്. അന്നേ എനിക്ക് മനസ്സിലായി എന്തോ ഉണ്ടല്ലോ ഇതിൽ, എന്തോ ഉണ്ട്. പക്ഷെ ഒന്നും പറയില്ല കേട്ടോ. പിന്നെ അത് സിനിമ, ഞാൻ റോഷാക്കിൻ്റെ സെറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. മമ്മൂക്കേനെ കണ്ടു, മമ്മൂക്കയുടെ കൂടെ ഫോട്ടോ എടുത്തു. അന്ന് ഞാൻ ഷർഫുഖേനെ കണ്ടു. ഷർഫുഖ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ റോഷാക്കിന്റെ സെറ്റിൽ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ആലോചിച്ചോ, ഷർഫുഖയുടെ ഹീറോയിനായിട്ട്. അയ്യോ സത്യം. കഴിഞ്ഞ ദിവസം ഷർഫുഖ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചായ കുടിക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെയും. അപ്പൊ അന്ന് ഞാൻ ഷർഫുഖയോട് പറയായിരുന്നു, അതായിരിക്കും ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻ. ഞാൻ ഷർഫുഖയോട് പറഞ്ഞു, ഹലോ മമ്മി ഇറങ്ങുന്ന സമയത്ത് ഐശ്വര്യ ചേച്ചിയും ചേട്ടനും കൂടെ ഇങ്ങനെ എന്താ പറയാ ഒരു ഫോട്ടോ, പ്രൊമോഷന് ഇറങ്ങുന്നതിന് മുമ്പ് പ്രൊമോഷൻ കിക്ക് സ്റ്റാർട്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു അവർ രണ്ടൊരു സാരി ഒക്കെ എടുത്തിട്ട് എന്തൊരു നല്ല ഫോട്ടോ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നേ, എന്താല്ലേ എന്ത് രസമുള്ള ഫോട്ടോ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഷർഫുഖ. പക്ഷെ ആക്ച്വലി ഞാൻ ആ മൊമെന്റ് ലിവ് ചെയ്തു. എൻ്റെ പടത്തിന് ഞാൻ ഷർഫുഖയുടെ കൂടെ അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടു വേറൊരു രീതിയിൽ. അയ്യോ, അത് ഞാൻ ആലോചിക്കും, നമ്മൾ ആഗ്രഹിച്ചൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അതാണ് ലൈഫിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ത്രില്ല്. സത്യം, കഷ്ടപ്പെട്ടൊരു സാധനം നേടിയെടുക്കുമ്പോൾ കൊള്ളാം. ഈ ഞാനിപ്പോ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഒന്നിച്ചുള്ള. അപ്പൊ എങ്ങനെയാ ബിന്ദു ചേച്ചിയൊക്കെ ഇഷ്ടമാണോ റീലൊക്കെ ചെയ്യാൻ? ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, അവര് മറ്റേ പിള്ളേരെ പോലെയാണ് റീലൊക്കെ ചെയ്യുമ്പോൾ. ചില സമയത്ത് എടുത്തോ എന്ന് പറയുമ്പോൾ മിണ്ടാണ്ടിരിക്കും. എന്താ ആക്ഷൻ പറഞ്ഞില്ല എന്ന് പറയും അമ്മച്ചനും. ആക്ഷനാണ് ഇതൊക്കെ സിനിമയിൽ, റീൽസിലല്ല. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്, രസമാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, നിങ്ങൾ അവരുടെ തന്നെ ഡയലോഗ്സ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും നിങ്ങളുടെ ഒരു ഡിസ്കഷനൊക്കെ? അവര് എന്താ പറയാ ഈ ഡയലോഗ് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ? ഒന്നുമില്ല, രണ്ടുപേരും എൻജോയ് ചെയ്യും, രസമാണ്. പിന്നെ ഞാൻ ആലോചിക്കും, പണ്ടത്തെ പോലെ ഇപ്പം അമ്മ ശ്രീകൃഷ്ണപുരത്തൊക്കെ ചെയ്യില്ലേ, അതേ മോട്ടിവേഷനൊന്നും അമ്മയ്ക്ക് ഇപ്പൊ വരുത്താൻ പറ്റൂല എന്ന് ഞാൻ ആലോചിക്കും. അമ്മയോട് പറയാം, അതൊന്നും അല്ലമ്മ അമ്മ ചെയ്തു വെച്ചേക്കണം, അമ്മ വേറെന്താണ് ചെയ്തു വെച്ചത്. അമ്മ പറയും, വർഷം കുറെ ആയില്ലേ മോളെ, ഇത് അതുപോലെ ചെയ്യാൻ പറ്റുള്ളല്ലോ, ശബ്ദം വരെ മാറി. ശരിയാ,
ശബ്ദം വരെ മാറി. ഞാൻ അന്ന് ഷൂട്ടിന് വന്ന സമയത്ത് ബിന്ദു ചേച്ചി കണ്ടു. അപ്പൊ എൻ്റെ അടുത്ത് എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് സംസാരിച്ചു. ഞാൻ വീഡിയോസ് കാണാറ്, ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ വീഡിയോസ് ഒക്കെ കാണുമോ? എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ മാറി. എനിക്ക് തോന്നുന്നു നേരിട്ട് കേക്ക്, ഞാൻ ആദ്യമായിട്ട് അന്ന് നേരിട്ട് കാണുന്നത്. അമ്മ എനിക്ക് തോന്നുന്നു അമ്മ പെർഫോം ചെയ്യുമ്പോൾ വേറൊരു മീറ്ററാണ്, വേറൊരു ഹൈ പിച്ചിലാണ് അമ്മ ഡയലോഗൊക്കെ പറയണത്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും അമ്മയുടെ ഒറിജിനൽ വോയിസ് അല്ലല്ലോ എന്ന്. അമ്മയുടെ ഇതിൽ ഏറ്റവും ഇഷ്ടം ഏത്? ജോക്കറിലാന്ന് തോന്നുന്നു. ജോക്കർ ഇപ്പോഴും സ്റ്റിൽ റൊഷാക്ക് കഴിഞ്ഞിട്ട് ജോക്കർ. എനിക്ക് തോന്നുന്നു ആ സ്റ്റാർട്ടിങ് ടൈമിൽ ആ ഒരു ഡിഫറെന്റ് പിടിച്ചത് ആ ജോക്കറിലാന്ന് തോന്നുന്നില്ലേ? കുറെ ജോക്കറില് ആ ഒരു സുശീല എന്ന് പറഞ്ഞ കഥാപാത്രത്തിനുള്ളൊരു ഡെപ്ത് ഭീകരമെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അയ്യോ, അന്ന് എഴുതി വെച്ചേക്കുന്ന സാധനമൊക്കെ, അത് അമ്മ ഐ എം വെരി പ്രൗഡ് ടു ബി ഹർ ഡോട്ടർ. ലൈക്ക് അത് കാണുമ്പോൾ അടിപൊളിയാണത്. എങ്ങനെ അങ്ങനെ ചെയ്തേക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇപ്പോഴും ഞാൻ പിന്നെയും കാണും സീൻസ്. അച്ഛൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടം ഏതാ? ഒരുപാടുണ്ട്. അച്ഛൻ്റെ വില്ലത്തരാണോ ഇഷ്ടം, അല്ലെങ്കിൽ കോമഡി ചെയ്യുന്ന ഫീൽ ഗുഡ് പരിപാടീസ് ആണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. ഫീൽ ഗുഡ് എനിക്ക് തോന്നുന്നു, ഫീൽ ഗുഡ് അല്ല, മൈ ബോസ് ഭയങ്കര ഇഷ്ടമാണ്. ദിലീപ് ഏട്ടൻ്റെ അച്ഛനായിട്ട് ആ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു സായിച്ചൻ റിയൽ ലൈഫിൽ അങ്ങനെയാണ്. എന്നോട് എല്ലാവരും ചോദിക്കും അച്ഛൻ ഭയങ്കര ഇതായിരിക്കുമല്ലേ? അല്ല, സായിച്ചനാണ് ഏറ്റവും ഹ്യൂമർ ഉള്ള ആള് എൻ്റെ വീട്ടിൽ. പിന്നെ എനിക്ക് ഭരചന്ദ്രൻ IPS ഇഷ്ടമാണ്. ഭയങ്കര ഗ്ലാമറുള്ള വില്ലനായിരുന്നു. അതെ സൂപ്പർ. അപ്പോൾ ഞാൻ വിചാരിച്ചു പൊതുവേ സായി ചേട്ടൻ കുറച്ച് സ്ട്രിക്റ്റ്, ഒരു സായിച്ചനാണ് ചില്ല് അമ്മേനേക്കാളും. ഏറ്റവും കമ്പനി അപ്പോൾ സായിച്ചനാണോ ഫൺ? രണ്ടുപേരും. സായിച്ചൻ ഭയങ്കര ഹ്യൂമറാണ്, കോമഡി ഇങ്ങനെ ടക്ക് 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 എന്ന് തിരിച്ചു തരും. അതെനിക്ക് തോന്നുന്നു മൈ ബോസിൽ എങ്ങനെയാണോ ആക്ച്വലി അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിൽ ആക്ട് ചെയ്തതല്ല? അല്ലല്ല, അതിൽ ആക്ട് ചെയ്തതല്ല. അവർ രണ്ടുപേരും എന്ത് കിടിലം കോംബോ. സത്യം. അതല്ല, അപ്പൊ മൈ ബോസ് കണ്ടതിന് ശേഷം എന്താ പറഞ്ഞായിരുന്നു? ഇത് അച്ഛൻ തന്നെയാണല്ലോ. ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും കാണും ഒരുമിച്ചിരുന്നത്. ഓക്കെ. നിങ്ങളിങ്ങനെ റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഇരുന്ന് പ്ലാൻ ചെയ്യും? നമുക്ക് ഈ സോങ് ഇങ്ങനെ ചെയ്യണം, അതിന് ഈ ഒരു കൊറിയോഗ്രാഫി ചെയ്യുന്ന റീൽസോ? പിന്നെ പണ്ടേ ചെയ്യുമല്ലോ ഡാൻസ് ഒക്കെ, നിങ്ങൾ ഭയങ്കരമായിട്ട് കുറെ എഫേർട്ട് എടുത്ത് ചെയ്യുന്നത് കാണാം. ചുമ്മാ നമ്മൾ ഇപ്പോഴും അതെ, ഇപ്പോഴും ഒരു കുറവുമില്ല. ഇപ്പോഴും അതൊരു കിക്കാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഗ്രോ ചെയ്ത് വന്ന് ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ചുറ്റിനുള്ള ഫ്രണ്ട്സിനും എനിക്കും എല്ലാവർക്കും ഒരു ലക്ഷ്യമാണ്, ഒരു സ്വപ്നമാണ്. പലരും പല മേഖലയായിരിക്കും. ഇപ്പം ഇൻക്ലൂഡിങ് ക്യാമറമാൻ, എല്ലാവരും കലയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരെല്ലാവരും കൂടി ഇൻപുട്ട് ഇടുമ്പോൾ അതുണ്ടാവും ഇൻപുട്ടിൽ. അതൊരു വേറെ ഐറ്റമാണ്. കല്യാണി എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു ഫീൽ ഗുഡാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. ശരിക്കും കല്യാണി എങ്ങനെയാ? ഒരു ഫീൽ ഗുഡ് പേഴ്സൺ ആണോ, കോമഡി പേഴ്സൺ ആണോ, അല്ലെങ്കിൽ കുറച്ച് ഒരു ആംബിവേർട്ട് ആണോ, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണോ? ഈ പറഞ്ഞ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ കുറച്ചിങ്ങനെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഇതായിരിക്കും, പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരാളാണോ? അതെ, ദേഷ്യം വരുന്ന ആളാണ്, പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആളാണ്. എനിക്ക് ഞാൻ ഇമോഷണൽ ആയാൽ എനിക്ക് തോന്നുന്നു ദേഷ്യമാണ് മുമ്പ് വരിക, എന്നിട്ടേ ഞാൻ കരയുള്ളൂ. എന്നെ ചിലപ്പോൾ എനിക്ക് സങ്കടം തോന്നിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, അതിനെപ്പറ്റി ആലോചിച്ച് എനിക്ക് ദേഷ്യമാണ് ആദ്യം വരിക, എന്നിട്ടേ ഞാൻ കരയുള്ളൂ. അമ്മ അച്ഛനൊക്കെ ഇപ്പം അങ്ങനെ വഴക്കൊക്കെ കേൾക്കാറുണ്ടോ? ഇല്ലല്ലോ. പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ വഴക്കൊന്നുമില്ല, ഇപ്പോഴും ഒരു വിളിയേ വിളിക്കുള്ളൂ. എന്താ ലേറ്റ് ആവണേ, അത്രൊരു ചോദ്യം ഉണ്ടാവുള്ളൂ, പിന്നെ ഞാൻ വീട്ടിലുണ്ടാവും. അങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇടയ്ക്ക്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, എന്നാലും അങ്ങനെ ആയിരുന്നു പൊതുവെ. ഓക്കെ. ഞാൻ എന്തായാലും ഒരു കുഞ്ഞി ഗെയിം തരാം. അന്ന് ഭയങ്കര വിഷമായിരുന്നു ഗെയിം ഇല്ലാത്തോണ്ട്. റാപ്പിഡ് ഫയർ തന്നെയാ, പക്ഷെ നമുക്കൊരു ഫാമിലി റാപ്പിഡ് ഫയറിലേക്ക് പോകും. ഫാമിലി. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ അത് അച്ഛനാണോ അമ്മയാണോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മതി. റീസണും പറയണേ. ഓക്കെ. ഏറ്റവും കൂടുതൽ പേടി ആരെയാണ്, അച്ഛനാണോ അമ്മേനാണോ? അയ്യോ, അത് രണ്ടുപേരെയും. പേടി അങ്ങനെ ഭയങ്കര പേടിയൊന്നുമില്ല എനിക്ക്, എന്നാലും അതിപ്പോൾ എങ്ങനെ ആൻസർ ചെയ്യാം? ഒരു റെസ്പെക്ട്ഫുൾ പേടിയല്ലേ? രണ്ടുപേരും ഈക്വലാണ്, ഒന്നുമില്ല. ഇല്ല, ചില്ലാണ്, രണ്ടുപേരും ഭയങ്കര ചില്ലാണ്. ഈ കാര്യം നടക്കാൻ വേണ്ടി സോപ്പ് ഇടുന്നത് ആരെയാ? ഈ അച്ഛൻ്റെ അടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ഈ കാര്യം ഈസി ആയിട്ട് നടക്കും. എനിക്ക് തോന്നുന്നു അതൊരു കോംബോ, എന്നാലും സായിച്ചൻ.
അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ അമ്മ സച്ചിൻ്റെ അടുത്താണ് ആദ്യം ഒരു കാര്യം ഉണ്ടെങ്കിൽ പറയാ. ആ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ പോകണോ അല്ലെങ്കിൽ ഇങ്ങനൊരു എന്തുണ്ടെങ്കിലും ആദ്യം അവിടെ പോയി പറയും. എന്നിട്ട് അമ്മയോട് പറയും. അമ്മ സമ്മതിച്ചില്ലെങ്കിൽ അച്ഛൻ സമ്മതിപ്പിക്കും. അങ്ങനെയൊന്നുമില്ല. ഇല്ലേ? അങ്ങനെയൊന്നുമില്ല. അച്ഛനോട് പറയും, അത്ര തന്നെ. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ അങ്ങനെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊന്നും വരാറില്ല. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളില്ലേ. ഇപ്പം എന്താ പറയാ, ഇപ്പം കഴിഞ്ഞ ദിവസം ഓൺലൈൻ ഇന്റർവ്യൂവിന് വരാൻ പറഞ്ഞു. അപ്പം സായിച്ചും പറഞ്ഞു ഞാനൊന്നും ഇല്ലെന്ന് പറഞ്ഞു ആദ്യം. അപ്പം ഞാൻ അമ്മയോട് പോയി പറയും, എന്താമ്മ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ, സായിച്ചിന് ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അവർക്ക് വരെ പോട്ടെ വിട്ടേക്ക്, മടിയാ, എൻ്റെ പടം വാ എന്ന് പറയും. അത് ഞാൻ അമ്മയോട് പോയി പറയും. അപ്പം അവിടെ നടക്കും. ഒരു ബ്ലെൻഡാണത്. അത് സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും ആളെ പിടിക്കണം. അത് തന്നെ കറക്റ്റ്. ഓക്കെ. അമ്മ ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ട് ചെയ്ത് എന്താ? റെസ്ട്രിക്റ്റ് അതായത് ഈ ഒരു കാര്യം നടക്കണമെങ്കിൽ കുറേ ഞാനിങ്ങനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുത്താലേ ആള് സമ്മതിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അയ്യോ ഇപ്പൊ എനിക്ക് ഫുൾ ഫ്രീഡം. അയ്യോ അങ്ങനെയല്ല, ഫുൾ ഫ്രീഡം എന്നൊന്നുമില്ല. എന്നാലും ആവശ്യത്തിന് ഫ്രീഡം തരുന്നൊരു കുടുംബമാണ് എൻ്റെ. ഒരു മോഡേൺ ഫാമിലിയാണ്. ഒരു മോഡേൺ ഫാമിലിയാണ്. ഇല്ല, എല്ലാം ഒരു, ഞാൻ പറഞ്ഞില്ലേ സ്പെസിഫിക്കലി പറയാൻ, എനിക്ക് തോന്നുന്നു അമ്മ ഏറ്റവും ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ വർത്താനം പറച്ചിലാണ്. അത് കോമഡി എന്താ അറിയോ, ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതലും ഫ്രണ്ട്സ് ബോയ്സ് ആണ്. വളരെ കുഞ്ഞിലെ എൻ്റെ അമ്മൂമ്മ പറയും എന്നോട്, എപ്പോഴും ആമ്പിള്ളാരുടെ കൂടെയാ കൂട്ടെന്ന് പറയും. ഇപ്പോഴും അതെ. അപ്പോൾ ഇവന്മാരോടൊക്കെ എടാ പോടാ അങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മ എന്തൊക്കെയല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കും അമ്മയോട്, അമ്മ ഇത് ശരിക്കും ചോദിക്കുന്നതാണോ? അമ്മയ്ക്ക് ഈ ചില വർത്താനം ഇഷ്ടമല്ല, ചിലതിങ്ങനെ പോടാ എന്നൊക്കെ പറയുമ്പോൾ അമ്മ കേട്ട അമ്മ ഇങ്ങനെ താടിക്ക് കൈവയ്ക്ക് എന്ത് വർത്താനം പറയണത്, അതൊക്കെ അമ്മയ്ക്ക് ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അച്ഛനോ? അച്ഛനൊന്നുമില്ല, പാവല്ലേ. ഓക്കെ. വീട്ടിൽ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് അത് അമ്മ. ഓൾറെഡി അമ്മ കുക്ക് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടം ഏതാ? ചെമ്മീൻ റോസ്റ്റ്. അതാണ് എൻ്റെ ഫ്രണ്ട്സ് ഭയങ്കര ഫാനാണ് എൻ്റെ അമ്മയുടെ ചെമ്മീൻ റോസ്റ്റിൻ്റെ. ആണോ? ഈ കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഇങ്ങനെ കുറേ കറികളുണ്ടായിരുന്നു, ഞണ്ട്, മീന് ഒക്കെ അങ്ങനെ കുറേ ഉണ്ട്. ചെമ്മീൻ എടുക്കാൻ മാത്രം ഒരു 4-5 പേര് ഇങ്ങനെ ഇടിച്ചു തുള്ളിപ്പോവും. അത് ആദ്യം തീരും ഭയങ്കര, എന്നിട്ട് അത് ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം വന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഫ്രണ്ട്സ് വീട്ടില് ഭയങ്കര ലൈക്ക് ഫാമിലി പോലെ തന്നെയാണ്, കമ്പനിയാണ് അവരുടെ അടുത്തൊക്കെ. അതെ അതെ, അമ്മയുടെ അച്ഛനോടൊക്കെ. ഓക്കെ. വീട്ടിലെ യഥാർത്ഥ ബോസ് ആരാ? സൈച്ചൻ. വീട്ടിലെ മൈ ബോസ് സൈച്ചൻ ആണോ? എന്തേ? മൈ ബോസ്. ഷോപ്പിങ്ങിന് പോകുമ്പോ അമ്മേനെയാണോ അച്ഛനെയാണോ കൊണ്ടുപോകാൻ ഇഷ്ടം? ആരും കൊണ്ടുപോയില്ല, ഞാൻ ഒറ്റയ്ക്ക് പോകും. അവര് വരില്ലേ? അതല്ല, ഒരു സാച്ചിനെ കൊണ്ടുപോയാൽ ശരിയാവില്ല. സാച്ചിനെ കൊണ്ടുപോയാൽ ചിലപ്പോൾ ഒരു ചെരുപ്പ് എടുക്കേണ്ട അടുത്ത് 4 ചെരുപ്പ് എടുക്കും. നല്ലല്ലേ? നല്ലതാ. പക്ഷെ എനിക്ക് എപ്പോഴും ഞാൻ ഡ്രസ്സ് എടുക്കുമ്പോൾ ഞാൻ പോയി ഇട്ട് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ എടുക്കണം. സാച്ചൻ ചിലതെടുക്കും, അപ്പോൾ ചിലത് എനിക്ക് ഇഷ്ടപ്പെടില്ല, ചിലത് അപ്പോൾ സാച്ചൻ എന്നിട്ട് അത് ഇടൂല എന്ന് ഒരു കുറ്റവും പറയും. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ചിലപ്പോൾ സാച്ചൻ പൈസയൊക്കെ മേടിച്ചിട്ട് പോയി എടുത്തിട്ട് എടുക്കാം. പിശുക്കിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഏതോ ഒരു ഇന്റർവ്യൂല്. ഓ, അന്ന് ഞാൻ ലണ്ടനിലായിരുന്നു, ഞാൻ എയറിലായിരുന്നു ആക്ച്വലി. എന്തോരം പേര് എനിക്ക് അയച്ചതെന്നറിയോ? പിശുക്കി എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും കൂടെ എന്നെ ഇട്ട് എയറിലാക്കി. ആവശ്യത്തിന് പിശുക്കുണ്ട്. അത് വൺ ഓഫ് ദ റീസൺ ഇപ്പം ഞാൻ പറഞ്ഞത്. സാഹചര്യം പോയിട്ട് ഒരു ചെരുപ്പിൻ്റെ അടുത്ത് 4 ചെരുപ്പ് എനിക്ക് താങ്ങാൻ പറ്റില്ല. അതൊന്നും എനിക്ക് ആവശ്യമുള്ളത് എടുത്ത് വെക്കുക, അല്ലാത്തൊരു പൈസ പോവല്ലേ. ആവശ്യത്തിന് പിശുക്കുണ്ട്. നല്ല, അതായത് ഓവറായിട്ട് ചെലവാക്കില്ല. ഇല്ലാന്ന് തോന്നുന്നു. ഒരു ഡ്രസ്സ് എടുക്കുന്നിടത്ത് ഒരു ഡ്രസ്സ് മാത്രം എടുക്കുക. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം എനിക്ക് മറ്റേ തോട്ടം ഉണ്ടോ, എടുക്കുമ്പോൾ എടുത്തങ്ങോട്ട് വെക്കുക, പിന്നെ എടുക്കണ്ട. അങ്ങനെയുണ്ട്. ഏറ്റവും കൂടുതൽ പൈസ പോക്കറ്റ് മണി തരുന്നതാരാ? അച്ഛൻ. ഓക്കെ. ഈ സീക്രട്സ് ഒക്കെ ആരോടാ പങ്കുവയ്ക്കാറ്? അതും ആ പറഞ്ഞ പോലെ ബ്ലെൻഡാന്ന് തോന്നുന്നു. അമ്മ സീക്രട്ട് അനുസരിച്ച്. സീക്രട്ട് ഇല്ല. ഇപ്പൊ സീക്രട്ടായിട്ട് ഞാൻ എന്തെങ്കിലും അമ്മയോട് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് അച്ഛനറിയും. അച്ഛൻ അറിയും എന്നുള്ള നോളജിലായിരിക്കും ഞാൻ അമ്മയോട് പറയുന്നത്. ഓക്കെ. ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തതാരാ? അമ്മയാണോ അച്ഛനാണോ? അയ്യോ, രണ്ടുപേരും. എങ്ങനെ? ആസ് ആൻ ആക്ടർ പ്രൊഫഷണലി ആണോ പേഴ്സണലി ആണോ? അയ്യോ, അമ്മയും അച്ഛനും എപ്പോഴും നമുക്ക് ഇൻസ്പിറേഷൻ തന്നെയല്ലേ. അമ്മ എനിക്ക് തോന്നുന്നു പല ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നേരിടുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് അമ്മയുടെ അച്ഛൻ്റെ ജീവിതം മതി എനിക്കൊന്ന് സ്ട്രോങ് ആവാൻ. അത്ര ആലോചിച്ചാൽ മതി, എനിക്ക് വേറെ ആരെയും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഏറ്റവും കൂടുതൽ ഉപദേശിക്കുന്ന ആരാ? അതായത് കല്ലൂന്നി അങ്ങനെ ചെയ്യണം, കല്ലൂന്നി ഇങ്ങനെ ചെയ്യണം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാ? കല്ലൂന്നി ഇതെന്താ ശ്രദ്ധിക്കാത്ത? അങ്ങനെ അമ്മ പറയും.
അമ്മ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അമ്മയാണ് കുഞ്ഞു മൈന്യൂട്ട് കാര്യങ്ങൾ തൊട്ട് പറയാ. അച്ഛൻ അങ്ങനെയില്ല. അച്ഛൻ അങ്ങനെ ഒരു ആവശ്യമുള്ള അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പറയും. അമ്മയാണ് കൂടുതൽ അമ്മൂമ്മ, അയ്യോ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. എൻ്റെ ആണോ? അമ്മൂമ്മയാണ് അമ്മയുടെ അമ്മ. അമ്മയുടെ അമ്മ. അമ്മൂമ്മയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മുടി ഇടുന്ന തൊട്ട് ഏത് ഡ്രസ്സ് ഇടുന്ന വരെ അമ്മൂമ്മയായിരിക്കും തോന്നുന്നു. അയ്യോ എല്ലാ അമ്മമാരും അങ്ങനെയാ. കറക്റ്റ്. നമ്മൾ റെഡിയായി പുറത്തിറങ്ങും പക്ഷേ ഇത് എന്ത് ഉടുപ്പായിട്ടേ ഈ കളർ നിന്നെ ഇരുണ്ടാക്കി. എന്താ ഇരുണ്ട് വന്ന് വേണ്ട, ഈ കളർ വേണ്ട. മുടി എപ്പോഴും മുടി കയ്യ് നല്ലതായിരിക്കില്ല. അമ്മൂമ്മ എപ്പോഴും മറ്റേ ആദ്യം പിക്കപ്പ് ചെയ്ത് നെഗറ്റീവ് ഇറക്കുള്ളൂ. അപ്പൊ നമ്മുടെ ആ ഒരു ദിവസം ഓക്കെ ഭയങ്കര റിലേറ്റബിളാ. ഓക്കെ, അത് ഞാൻ ചോദിച്ചതാ. ഇപ്പൊ നിങ്ങൾ ട്രിപ്പൊക്കെ പോയില്ലേ, അതിലൊരു അൺഫോർഗറ്റബിൾ ട്രിപ്പ് ഏതാ? ഭയങ്കര ഒരു സ്പെഷ്യൽ, ഇതെനിക്ക് എൻ്റെ എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എന്ന് പറയില്ലേ? എല്ലാം സ്പെഷ്യലാണെന്നൊന്നും പറയുന്നത് അല്ല, അങ്ങനെയായിരുന്നു പറയാൻ വന്നത്. ഞങ്ങൾക്കൊന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഈ ട്രിപ്പ് പോകണത് ഇച്ചിരി കുറവാണ്. എനിക്ക് തോന്നുന്നു അമ്മ വർക്കിന് പോവും. ഇപ്പോൾ എനിക്ക് രണ്ടുപേർക്കും പടം ഉള്ള സമയത്ത് രണ്ടുപേരും സ്പ്ലിറ്റ് ആവും. ഞാനും ഇപ്പോൾ കുറച്ച് ഇപ്പോഴാണല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കണമല്ലോ, അതുകൊണ്ട് ഞാനും വീഡിയോസും ഷൂട്ട്സും എന്നൊക്കെ പറഞ്ഞ് ഞാനും പോകും. അതുകൊണ്ട് അങ്ങനെ ട്രിപ്പ് പോകുന്നത് ഭയങ്കര കുറവാണ്. എനിക്കൊന്ന് ലാസ്റ്റ് ഞങ്ങളങ്ങനെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തത് തുടക്കം സിനിമ നടക്കുന്നുണ്ട്, അച്ഛനുണ്ട് അതിനകത്ത്. അപ്പോൾ അവിടെ പോയി ഒരു 2 ദിവസം എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, 2 പേരും അമ്മൂമ്മ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരു ദിവസം അവിടെ സെറ്റിലൊക്കെ പോയി വന്ന് അതൊരു നല്ല വൈബായിരുന്നു. ഓക്കെ. തുടക്കത്തിലുണ്ടല്ലേ? തുടക്കത്തിലുണ്ട്, അച്ഛനുണ്ട്. ഓക്കെ. ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആരാ? അച്ഛനാണോ അമ്മയാണോ? എക്സ്പ്രസ് ചെയ്യുന്ന അമ്മയാണ്. പെട്ടെന്ന് വിഷമം വരെയും വിതുമ്പൊക്കെ ചെയ്യുന്ന അമ്മയാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്ന അമ്മയ്ക്കാണ്. അതുപോലെ തന്നെയാണ് ഞാനും. ഓക്കെ, സെയിം സെയിം. ഓക്കെ. സ്ക്രീനിലെ അച്ഛനാണോ വീട്ടിലെ അച്ഛനാണോ കൂടുതൽ ഹീറോ? വീട്ടിലെ ഞാൻ പറഞ്ഞില്ല, ആ മൈബോസ് ക്യാരക്ടറാണ് കൂടുതലും ഉള്ളത്. പലർക്കും അറിയില്ല. ഭയങ്കര ചില്ലാണ്. എനിക്കതാ കൂടുതൽ ഇഷ്ടം. നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ വിചാരിക്കും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള വിചാരിക്കും അമ്മയാണ് ഭയങ്കര ഹ്യൂമർ എന്ന്. ഭയങ്കര ചില്ലാന്ന് വിചാരിക്കും. പക്ഷെ അല്ല, നേരെ തിരിച്ച. ഈ കോമഡി ചെയ്യുന്ന ആൾക്കാർക്ക് വീട്ടിൽ ഭയങ്കര സീരിയസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മയ്ക്ക് സിനിമയിൽ അഭിനയിക്കുന്ന അത്ര ഹ്യൂമർ ഒന്നും ഇല്ലാന്ന് തോന്നിയിട്ടുണ്ട്. ഇല്ല. പക്ഷെ അതൊരു മാജിക്കാണ്. അമ്മയ്ക്ക് സ്ക്രിപ്റ്റ് കൊടുത്ത അമ്മ അത് ചെയ്തോ അത് ഹ്യൂമർ ആവും. അതെന്തൊരു ഭാഗ്യമല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയാ. ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പ്രഷൻ ഇട്ടാൽ മതി. ഈ ശ്രീകൃഷ്ണപുരത്ത് ആ സിനിമയിൽ തന്നെ ഡയലോഗ് ഇല്ലെങ്കിലും ചില ബിന്ദു ചേച്ചി റിയാക്ഷൻസ്, എന്തെങ്കിലും ഒരു റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് ചിരി വരും. എനിക്ക് തോന്നുന്നു. പിന്നെ അമ്മയുടെ ഏറ്റവും വലിയ നേട്ടം അതിനകത്ത് ജഗതിയങ്ങള് പേറായി കിട്ടിയതാണ്. കിട്ടിലും കോംബോ ആണ് അവര്. എന്ത് രസമാണ് കാണാൻ രണ്ടുപേര്. അത് ശരിയാ. നല്ല അതിൽ കുറെ ഡയലോഗ്സ് ആണ് ഇപ്പോഴും. മറ്റേ കത്തിയൊക്കെ വെക്കുമ്പോൾ നിങ്ങളെ കരയുമോ കുറെ നമ്മൾ ചോദിക്കാറുണ്ട് സിസ്റ്റർ. ഓക്കെ ഓക്കെ. ഇപ്പൊ അച്ഛനും അമ്മയും കൂടെ ഒന്നിച്ചൊരു സീനിൽ വരുവാണെങ്കിൽ ആ സീൻ സ്കോർ ചെയ്യുന്നത് ആരായിരിക്കും? അയ്യോ, എനിക്കൊന്ന് ഇടിച്ചിടിച്ച് നിൽക്കുമായിരുന്നു. മത്സരമായിരിക്കും. അത് ഇടിച്ചിടിച്ച് നിൽക്കുന്ന തോന്നുന്നു എനിക്ക്. അതെനിക്ക് തോന്നുന്നു ഇത് സത്യം പറഞ്ഞാൽ ഹ്യൂമർ ആലോചിച്ചാലും രണ്ടുപേർക്ക് നിൽക്കാൻ പറ്റും, ഇമോഷണലും നിൽക്കാൻ പറ്റും, വില്ലനിസം നിൽക്കാൻ പറ്റും. ഭയങ്കര അടിപൊളിയാണല്ലേ രണ്ടുപേരും. ഞാനിപ്പോൾ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവണേ ഏതായിരിക്കും അവരെ തോപ്പിക്കാൻ പറ്റുന്നത്. എനിക്ക് അവര് ഇപ്പൊ റോഷാക്കിലൊക്കെ പിന്നെ ചേച്ചി ചെയ്ത ഒരു ക്യാരക്ടറില്ലേ, അതേപോലത്തെ ഒരു വില്ലൻ സാധനമുള്ള ഒരു ഡാർക്ക് ക്യാരക്ടറും സായി ചേട്ടനും ഒരു വില്ലൻ ക്യാരക്ടർ, അവരിങ്ങനെ ഓപ്പോസിറ്റ് തന്നെ. അടിപൊളിയായിരിക്കും തോന്നുന്നു. നമുക്കും കാണാൻ ഒരു രസമുണ്ടാവും, ത്രില്ലിരിക്കും. ഇത് പറഞ്ഞു പറഞ്ഞ മിക്കവർക്ക് അവർക്കായിരിക്കും സിനിമ കിട്ടുന്നത്. അടുത്ത കോമ്പിനേഷൻ. അയ്യോ, നമ്മള് കല്യാണിന്റെ സിനിമേന്റെ പ്രമോഷൻ ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്. അയ്യോ, ഞാൻ ഇത് തുടങ്ങി അച്ഛനുണ്ട്, ഞാൻ നോക്കുമ്പോൾ അത് കഴിഞ്ഞ് അവർക്ക് സിനിമയോട് സിനിമ. ഞാൻ ആലോചിച്ചു, ഇതെന്താ എന്നെ ആരും വിളിക്കാത്തത്, ഞാനുണ്ട് ഇതിലൊന്നൊക്കെ. ഓക്കെ.